എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് നല്ലൊരു കരിയറിലും ജോബിലും എത്താൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് ഈവൻ വെൻ ദർ ഈസ് റിക്രൂട്ട്മെന്റ് ഹാപ്പനിങ് ഓൾമോസ്റ്റ് എവറി സിംഗിൾ ഡേ? ഈ ഒരു വീഡിയോയുടെ കേസ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് UK ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തിരിക്കുന്നു എന്ന് മാത്രം. ദി സെയിം റീസൺസ് ആർ ആപ്ലിക്കബിൾ ടു USA, Canada, France and several other countries. If you are a first time visitor to this channel, thanks for tuning in and welcome to the amazing world of fact-based, research-based, stats-based, unbiased content on career and overseas destination. So you can subscribe this channel right now. ഇനി നിങ്ങൾ ഓൾറെഡി ഈ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ബാക്ക് ടു ദിസ് ചാനൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ് മീ അക്നോളജ് വൺ തിങ്. കോമ്പറ്റീഷൻ ലോകമെമ്പാടും വളരെ ഹ്യൂജാണ്. അത് UK, ഓസ്ട്രേലിയ, കാനഡ, ഫ്രാൻസ്, ജർമ്മനി ഏത് കൺട്രി എടുത്തെന്ന് പറഞ്ഞാലും കോമ്പറ്റീഷൻ ഈസ് ഓൺ ഇറ്റ്സ് പീക്ക്. അതായത് ഒരു ജോലിക്ക് 100 മേളിൽ ആപ്ലിക്കൻസ് ആണ് മിക്കവാറും കേസിൽ അപ്ലൈ ചെയ്യുന്നത്. ബട്ട് ഓൺ ദി അതർ സൈഡ് ഇതൊരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുത്ത് സ്റ്റുഡൻസിന് മാറി നിൽക്കാനും പറ്റില്ല. കാരണം മിക്കവാറും കേസിൽ ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടായിരിക്കും ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷന് വേണ്ടി ഒരു സ്റ്റുഡൻസ് പോകുന്നത്. സോ ഇങ്ങനൊരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ ആർക്ക് പോയി? ആ സ്റ്റുഡൻസിനും അവരുടെ വീട്ടുകാർക്കും തന്നെയാണ് നഷ്ടം വരിക. സോ എത്ര ടഫ് ചലഞ്ചിങ് ജോബ് മാർക്കറ്റ് ആണെങ്കിലും എങ്ങനെയാണ് ഒരു ജോബ് നേടിയെടുക്കുക എന്നുള്ളതാണ് ബോൾഡായിട്ടൊരു സ്റ്റുഡൻറ്റ് തിങ്ക് ചെയ്യേണ്ടതും. സോ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അവോയ്ഡബിൾ ആയിട്ടുള്ള പല മിസ്റ്റേക്സും സ്റ്റുഡൻസ് വീണ്ടും ചെയ്യുന്നു. അതുപോലെ തന്നെ പല ഓപ്പർച്യൂണിറ്റീസും ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുന്ന പല ഓപ്പർച്യൂണിറ്റീസും വേണ്ട രീതിയിൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഔട്ട്ഡേറ്റഡ് ജോബ് സെർച്ച് മെത്തേഡ്സ് ആണ് മജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസും ജോലി കിട്ടാത്ത മജോറിറ്റി സ്റ്റുഡൻസും ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ പറഞ്ഞ പോയിൻറ്റ്സിലേക്കാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വിരൽ ചൂണ്ടുന്നത്. സോ ഇഫ് യു ആർ എ സീരിയസ് സ്റ്റുഡൻറ്റ് പ്ലാനിങ് ടു സ്റ്റഡി ഓവർസീസ്, ലെറ്റ് ഇറ്റ് ബി ഓസ്ട്രേലിയ, USA, കാനഡ, UK, അയർലൻഡ്, ഏത് കൺട്രി ആയാലും ദിസ് ഈസ് എ മസ്റ്റ് വാച്ച് വീഡിയോ ഫോർ യു. സോ വാച്ച് ടിൽ ദി എൻഡ് ടു അവോയ്ഡ് ഫോളിങ് ഇൻ ടു ദീസ് ട്രാപ്സ്. സോ റീസൺ നമ്പർ 1, ദ സ്റ്റുഡൻസ് ആർ നോട്ട് അഡാപ്റ്റിംഗ്. 2023 UK ജോബ് സ്റ്റാറ്റ്സ് പറയുന്നത് 1.2 മില്യൺ വേക്കൻസീസ് ആണ് UK ഉണ്ടായിരുന്നത്. അത് മേജർലി IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിനാൻസ് തുടങ്ങിയ സെഗ്മെൻറ്റ്സിലാണ്. എന്നാൽ മജോറിറ്റി സ്റ്റുഡൻസും ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും കുറച്ച് ഇൻഡസ്ട്രീസിൽ മാത്രം, അതും അവിടുത്തെ ഏറ്റവും പ്രീമിയം കമ്പനീസിൽ മാത്രം ജോബ് ആപ്ലിക്കേഷന് കൊടുക്കുകയാണ് അവർ ചെയ്തത്. എന്നാൽ നമുക്കറിയാം വേൾഡിലത്തെ ഏറ്റവും സ്റ്റാർട്ടപ്പിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ലൊക്കേഷനാണ് പ്രത്യേകിച്ച് UK ആൻഡ് അതിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലണ്ടൻ. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഇനിയിപ്പോൾ കേരളത്തിലാണെങ്കിലും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എത്ര ടൈം വേണ്ടി വരുമെന്ന് ഏതൊരാൾക്കും ചിന്തിച്ചാൽ അറിയാം. നിയർ ടു 2 to 4 വീക്സ് എന്തായാലും വേണം. എന്നാൽ UK അത് 24 അവേഴ്സിനുള്ളിൽ തന്നെ അത് പോസിബിളാണ്. സോ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റാർട്ടപ്സ് UK ഓരോ പെർ ഡേ ബേസിസിൽ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മജോറിറ്റി സ്റ്റുഡൻസും ഈ ലാർജ് കോർപ്പറേഷൻസ് അല്ലെ കമ്പനീസിന് പുറകെ പോകുമ്പോഴത്തേക്ക് സ്മോൾ കമ്പനീസ്, SMEs, സ്റ്റാർട്ടപ്സിനെയാണ് അവർക്ക് മിസ് ചെയ്യുന്നത്. പലപ്പോഴും ഈ കമ്പനീസ് ലിങ്ക്ഡിൻ സെർച്ചിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജോബ് പോർട്ടൽസിലൊക്കെ പോലും ചിലപ്പോൾ ആദ്യത്തെ ഒരു 10-15 പേജിൽ ഈ പറഞ്ഞ കമ്പനീസിനെ നമുക്ക് സെർച്ച് ചെയ്യാൻ പോലും പറ്റിയില്ലെന്ന് വരാം. ബട്ട് ദാറ്റ് ഡസൻ മീൻ ആ കമ്പനീസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നുള്ളത്. ഞാൻ ഈ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയുണ്ടായി. അപ്പം ഒരേ യൂണിവേഴ്സിറ്റിയിൽ, ഒരു മിഡ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി, ഞാൻ യൂണിവേഴ്സിറ്റിയുടെ പേര് പറയുന്നില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഗ്രാം എടുത്ത് 2 സ്റ്റുഡൻസ് റിലേറ്റീവ്ലി അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസാണ്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഉണ്ട്. അതിലൊരു സ്റ്റുഡൻറ്റ് ഈ പ്രീമിയം കമ്പനീസിൽ തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ മറ്റേ സ്റ്റുഡൻറ്റ്, ആളുടെ ഫ്രണ്ടായിട്ടുള്ള സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്സും SMEസും അങ്ങനെയുള്ള കമ്പനീസിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. എന്ന് വെച്ചാൽ മറ്റേ ബിഗ് കമ്പനീസിൽ അപ്ലൈ ചെയ്തില്ല എന്നുള്ളതല്ല. ബട്ട് ഇൻ 6 മന്ത്സ് ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിന് സ്മോളർ ഫേംസിൽ അപ്ലൈ ചെയ്ത ആ സ്റ്റുഡൻറ്റിന് ഈസിലി ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്ഷൻ കിട്ടി. അതുവഴി ഒരു ഫുൾ ടൈം ജോബിലേക്കും ഒരു എംപ്ലോയി ആയിട്ട് കയറാൻ വേണ്ടി പറ്റി. എന്നാൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് പറഞ്ഞ സ്റ്റുഡൻറ്റ് ഈവൻ 10 മന്ത്സിന് ശേഷവും ആൾക്കൊരു നല്ല ജോബിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. സോ അതൊരു ആറ്റിറ്റ്യൂഡിനൽ പ്രോബ്ലമാണ് സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ നിന്നുള്ള ടേക്ക് അവേ ഇതാണ്. UK എന്നല്ല, ഏത് കൺട്രി ആണെങ്കിലും ദേ ഹാവ് ജോബ്സ്.
ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സ്റ്റുഡൻസ് നോക്കുന്നിടത്തല്ല ഈ ജോബ്സ് ഉള്ളത്. അപ്പം നമ്മുടെ ആ ഒരു വിഷൻ, ആ ഒരു കാഴ്ച ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് വേണ്ടത്. മിക്കവാറും നമുക്കൊരു വൺസ് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് അല്ലെങ്കിൽ വേറെ പൊസിഷൻസിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി പറ്റും. സോ ഒരു എൻട്രി ലെവൽ പൊസിഷന് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ഒരു ജോബ് കിട്ടാൻ വേണ്ടി കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ആരും ചിന്തിക്കേണ്ടത്. റീസൺ നമ്പർ 2, റോങ് സെലക്ഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ആൻഡ് പ്രോഗ്രാം. നിരവധി സ്റ്റുഡൻസ് ആണ് പ്രോഗ്രാമും യൂണിവേഴ്സിറ്റിയും റോങ് ആയിട്ട് ചൂസ് ചെയ്തതിൻ്റെ പേരിൽ ജോബ് മാർക്കറ്റിൽ പ്രത്യേകിച്ച് സ്കോപ്പ് ഇല്ലാണ്ട് കിടന്ന് ബുദ്ധിമുട്ടുന്നത്. അത് പലപ്പോഴും സ്റ്റുഡൻസിൻ്റെ തന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പല കൗൺസിലേഴ്സ് പോലും പറഞ്ഞിട്ടുള്ളത്, പല സ്റ്റുഡൻസും പറയുന്നത് അവർക്ക് എങ്ങനെയും അവിടെ ലാൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഏറ്റവും ക്ലാസ് കുറഞ്ഞ അക്കാഡമിക് സെഷൻസ് ഏറ്റവും കുറഞ്ഞ ആഴ്ച ഒരു ദിവസം ക്ലാസ്സുള്ള യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അത് മതി, എക്സാമിനേഷനോ മറ്റ് ടഫ് ഇവാലുവേഷൻസ് ഒന്നുമില്ലാത്ത യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അത് മതി. സോ അങ്ങനെ ഏറ്റവും കൺവീനിയൻസ് നോക്കി പോകുമ്പോഴത്തേക്ക് ജോബ് മാർക്കറ്റിലും ആ ഒരു കൺവീനിയൻസ് കിട്ടും എന്ന് ഈ സ്റ്റുഡൻസ് പ്രതീക്ഷിക്കുന്നതാണ് വലിയൊരു അബദ്ധം. ഇനി ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റൊരു വലിയൊരു പിറ്റ്ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല സ്റ്റുഡൻസും ഈസി അഡ്മിഷൻ പ്രോസസ്സുള്ള യൂണിവേഴ്സിറ്റീസ്, അതായത് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, ഈവൻ പ്രീക്യാസ് ഇൻ്റർവ്യൂ പോലും ഉണ്ടാവില്ല, SOP പോലും ഒരു പക്ഷേ ചിലപ്പം ആ കൗൺസിലർ എഴുതി കൊടുക്കാമെന്ന് പറയും. അപ്പം അങ്ങനെ ഏത് ടൈപ്പിലുള്ള സ്റ്റുഡൻസിനെ വേണേലും അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അല്ലെ അവിടുത്തെ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുക. ഇനി ചില കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, അവർ നോക്കുന്നത് ഏറ്റവും ലോവസ്റ്റ് ഫീസ് സ്ട്രക്ചറുള്ള പ്രോഗ്രാം ഏതാ, യൂണിവേഴ്സിറ്റി ഏതാന്നുള്ളതാണ്. സോ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും അവർക്ക് അവസാനം കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലായിരിക്കും കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരിക. കാരണം ഈ പോകുന്ന സ്റ്റുഡൻസിൻ്റെ മജോറിറ്റി സ്റ്റുഡൻസിൻ്റെ ലക്ഷ്യം നല്ലൊരു ജോബിൽ എത്തുക, ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ലോൺ എടുത്തും അല്ലെ പല രീതിയിൽ അറേഞ്ച് ചെയ്ത പൈസ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ്. ബട്ട് ഓൾറെഡി അവർ പകുതി തോറ്റിട്ടായിരിക്കും, എന്ന് വെച്ചാൽ ഗെയിം പകുതി തോറ്റിട്ടായിരിക്കാം ഈ ജോബ് സെർച്ചിന് ഇറങ്ങിയിട്ടുണ്ടാവുക. ആർക്കും വേണ്ടാത്ത പ്രോഗ്രാമും ആർക്കും വേണ്ടാത്ത യൂണിവേഴ്സിറ്റിയും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജോബ് സെർച്ചിന് ഇറങ്ങിയിട്ട് ജോബ് കിട്ടിയില്ല എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? കോമൺ ആയിട്ട് സ്റ്റുഡൻസിന് പറ്റുന്ന ഈ സെഗ്മെൻറ്റിലുള്ള ഒരു പിറ്റ്ഫോളാണ് MBA അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് അല്ലെ ഗ്ലോബൽ MBA തുടങ്ങിയുള്ള ജനറിക് ബിസിനസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് എടുക്കുക എന്നുള്ളത്. ഒന്നുകിൽ സഫീഷ്യൻറ്റ് സ്കിൽസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ റിക്വയർഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഇല്ലാണ്ട് ഈ ജനറിക് പ്രോഗ്രാംസ് എടുക്കുന്ന വഴി നല്ലൊരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും. ഗ്രാജുവേഷൻ കിട്ടുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ നല്ല കളർഫുള്ളായിട്ട് പോസ്റ്റ് ചെയ്യാനും പറ്റുമായിരിക്കും. ബട്ട് അത് വെച്ച് UK അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് യൂറോപ്യൻ അല്ലെ വെസ്റ്റേൺ കൺട്രീസിലെ ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഒരു അമേച്ചറായിട്ട് ഏതൊരു കമ്പനിയും കണക്കാക്കുകയുള്ളൂ. സോ ഇതിൽ നിന്നുള്ള ടേക്ക് അവേ എന്തെന്ന് വെച്ചാൽ, ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യേണ്ടത് മസ്റ്റാണ്. സോ അത് എത്ര വലിയ കൺസൾട്ടൻസി ആണെങ്കിലും എത്ര വലിയ കൗൺസിലർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻ്റ് ഓൺ റിസർച്ച് മസ്റ്റാണ്. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ജോബിൽ എത്തണം എന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകൽക്കിനാവ് കാണുന്നതിന് തുല്യമാണ്. റീസൺ നമ്പർ 3, റിലയിങ് ഓൺ കൺവെൻഷണൽ ജോബ് സെർച്ച് മെത്തേഡ്സ് ആൻഡ് റെസ്യൂമേ മിസ്റ്റേക്ക്. UK അല്ലെങ്കിൽ USA ജോബ്സ് ഇല്ല എന്ന് അഡമൻ്റായിട്ട് പറയുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഞാൻ 1-2 യൂട്യൂബ് വീഡിയോസിൻ്റെ കമൻസും കണ്ടതാണ്. ഒരു സ്റ്റുഡൻ്റ് അതിനകത്ത് ഇപ്പോഴും എൻ്റെ മൈൻഡിൽ കിടക്കുന്ന 4000 ജോബ്സിനാണ് ആ സ്റ്റുഡൻറ്റ് അപ്ലൈ ചെയ്തത്, ബട്ട് ഒരിടത്തുനിന്ന് പോലും ഓഫർ കിട്ടിയില്ല. വാട്ട് ഡസ് ദാറ്റ് മീൻ? UK ജോബ്സ് ഇല്ല, USA ജോബ്സ് ഇല്ല. ഇത് തന്നെയാണ് എല്ലാ കൺട്രീസിനെക്കുറിച്ചും ഈ രീതിയിൽ അപ്ലൈ ചെയ്യുന്നവർ പറയുന്നത്. ഇവർ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിങ്ക്ഡിൻ അല്ലെങ്കിൽ അതുപോലുള്ള കോമൺ ജോബ് സെർച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അവിടെ കുറച്ച് നേരം ഇരിക്കും, ടച്ചിലിരുന്ന് ജോബ് സെർച്ച് ചെയ്യും, കണ്ണിൽ കാണുന്ന ജോബ്സിനെല്ലാം തന്നെ ക്ലിക്ക് കൊടുക്കും. ഇനി ഡിഫോൾട്ടായിട്ട് ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്തിട്ട് അത് തന്നെ ആയിരിക്കാം ഈ സ്റ്റുഡൻറ്റ് 4000 ജോബ് ആപ്ലിക്കേഷൻസിനും യൂസ് ചെയ്തിട്ടുണ്ടാവുക. മജോറിറ്റി ബിഗ് കമ്പനീസും ATS ആപ്ലിക്കൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം റെസ്യൂമെ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതുവഴി തന്നെ 75% റെസ്യൂമേഴ്സും അവർ സ്ക്രാപ്പ് ചെയ്യാറാണ് പതിവ്. ഈ ATSൻ്റെ ലെവൽ കഴിഞ്ഞാൽ മാത്രമേ ഒരു HRO, അതായത് ഒരു ഹ്യൂമൻ ബീയിങ് ഈ റെസ്യൂമേഴ്സ് കാണാറുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക,
10,000 റെസ്യൂമേഴ്സ് ആ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം 7,000-ഓളം അല്ലെ 7,500-ഓളം റെസ്യൂമേഴ്സ് ATS വഴി ഫിൽട്ടർ ചെയ്യപ്പെടുകയും ഏകദേശം 2,500-ഓളം റെസ്യൂമേഴ്സ് മാത്രമാണ് HR-ൻ്റെ അടുത്തേക്ക് വരുന്നത്. കാരണം HR-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ റിക്രൂട്ട്മെൻറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു മിനിമം നമ്പർ ഓഫ് റെസ്യൂമേഴ്സ് വെച്ച് വർക്ക് ചെയ്യാനാണ് താല്പര്യം. സോ നൗ ഡേയ്സ് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ ATS ഫ്രെയിംവർക്കിൽ ചെക്ക് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് എഗെയിൻ അപ്പോഴും നമ്മൾ മൾട്ടിപ്പിൾ ജോബിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് ടൈലർ മെയ്ഡ് ആയിട്ടൊരു 4-5 ഫോർമാറ്റിലെങ്കിലും റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ആസ്പെക്റ്റിലേക്കാണ് ഞാൻ ഇനിയും വിരൽ ചൂണ്ടുന്നത്. UK എന്നല്ല, യൂറോപ്യൻ കൺട്രീസ്, USA, കാനഡ, ഈവൻ ഓസ്ട്രേലിയ തുടങ്ങിയ എല്ലാ കൺട്രീസിലെയും 70% മുകളിലുള്ള ജോബ്സും പോകുന്നത് കൺവെൻഷണൽ ജോബ്സ് സെർച്ചോ അല്ലെ ആ മെത്തേഡ്സ് വഴിയല്ല. റെഫറൻസ്, നെറ്റ്വർക്കിംഗ് തുടങ്ങിയ മെത്തേഡ്സ് വഴിയാണ് 70% ഓഫ് ജോബ്സും അവിടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നത്. ഈ 30% ജോബ്സിന് വേണ്ടിയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഈ പ്ലാറ്റ്ഫോംസ് തന്നെ യൂസ് ചെയ്യുന്നത്. 30% ഉള്ള ജോബ്സിന് വേണ്ടി മജോറിറ്റി സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അപ്ലൈ ചെയ്യുന്നത് ചിലപ്പം 1000-ൽ 1 സ്റ്റുഡൻ്റായിരിക്കും കിട്ടുക. എന്നിട്ട് ഈ സ്റ്റുഡൻസ് തന്നെ നിലവിളിക്കാനുള്ള കാരണം ഉണ്ടാവും, ഇത്രയും പേര് ആ ജോബ്സിന് അപ്ലൈ ചെയ്ത് ജോബ്സ് ഇല്ല എന്നുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ കമ്പനീസ് എല്ലാം മറ്റൊരു വേയിൽ കൂടെ ഹയറിങ് നടത്തുന്നുണ്ടാവും. അതിനെപ്പറ്റിയുള്ള അവയർനെസ് ആണ് ഈ സ്റ്റുഡൻസിന് ഇല്ലാത്തത്. സോ ഈ 70% അൺക്യാപിറ്റലൈസ്ഡ് ജോബ് മാർക്കറ്റ് ഇതെങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെപ്പറ്റി ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് അത്യാവശ്യമാണ്. ഇത് മനസ്സിലാക്കാനാണ് നമ്മുടെ ഓവർസീസ് മാസ്റ്റർ ക്ലാസ്. അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. റൈറ്റ് നൗ ടേക്ക് എ പോസ് ആൻഡ് രജിസ്റ്റർ യുവർ സെൽഫ്. അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ 70% അൺടാപ്ഡ് ജോബ് മാർക്കറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാം, എത്ര ചലഞ്ചിങ് ജോബ് മാർക്കറ്റിലും എങ്ങനെ ഒരു ഹൈ ഇൻകം ഹൈ പേയിങ് കരിയർ ലാൻഡ് ചെയ്യാമെന്നതിനെക്കുറിച്ച് ബ്രീഫായിട്ട് പ്രിസൈസ്ഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ദാറ്റ്. റീസൺ നമ്പർ 4, ഇഗ്നോറിങ് യൂണിവേഴ്സിറ്റി കരിയർ സർവീസസ്. UK-ലെ യൂണിവേഴ്സിറ്റീസിൻ്റെ സ്റ്റാറ്റ്സ് പ്രകാരം ലെസ് ദാൻ 30% ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമാണ് കരിയർ സർവീസസ് യൂട്ടിലൈസ് ചെയ്യാറുള്ളത്. അവർ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സും CV വർക്ക്ഷോപ്സും അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂ വർക്ക്ഷോപ്സും ഒക്കെ തന്നെ നടത്താറുണ്ട്. ബട്ട് ഇതൊന്നും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തത് മൂലം സ്റ്റുഡൻസിന് എങ്ങനെ നല്ലൊരു ജോബ്സിൽ എത്താമെന്നുള്ളത് കൃത്യമായിട്ടൊരു അവയർനെസ് ഇല്ലാണ്ട് പോവുകയാണ്. പലപ്പോഴും തോന്നുന്നത് ഈ സ്റ്റുഡൻസ് നമ്മുടെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരള മൈൻഡ് സെറ്റ്, അതായത് ക്ലാസ്സിൽ പോകുന്നു, പഠിക്കുന്നു, എക്സാം എഴുതുന്നു, സ്കോർ ചെയ്യുന്നു, കുറച്ച് സ്റ്റുഡൻസ് മാത്രം അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ക്ലബ്സിലും ആർട്സിനും സ്പോർട്സിനും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ബാക്കിയുള്ള ടൈം എൻ്റർടൈൻമെൻറ്റിനും വിനിയോഗിക്കുക. ബട്ട് വെസ്റ്റേൺ കൺട്രീസിൽ പ്രത്യേകിച്ച് UK പോലുള്ള സ്ഥലങ്ങളിൽ വീക്കിലി ഒരു 2 to 3 days അല്ലെങ്കിൽ ഒരു നിശ്ചിത അവേഴ്സ് മാത്രമേ അക്കാഡമിക്സിനുള്ളൂ. ബാക്കിയുള്ള ടൈം അവർ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിയുടെ ബാക്കിയുള്ള കരിയർ സർവീസസും അതുപോലെ അനവധി ക്ലബ്സ് ഉണ്ട്, അസോസിയേഷൻസ് ഉണ്ട്, ഇവിടെയൊക്കെ നെറ്റ്വർക്ക് ചെയ്യുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വഴി ഒരു പ്ലേസ്മെൻ്റ് എന്നല്ല, ഓവറോൾ ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഒരു പ്രൊഫഷണലായിട്ട് ഗ്രാജുവേറ്റ് ആവുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി നല്ല കണക്ഷൻസ് കിട്ടുകയും നല്ല ഇൻഫർമേഷൻ കിട്ടുകയും അതുവഴി നല്ലൊരു ഡ്രീം ജോബിൽ ലാൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഇതൊന്നും യൂസ് ചെയ്യായ്ക വഴി ഈ ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് പലപ്പോഴും മിസ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. സോ ഈ പോയിന്റിൽ നിന്ന് എടുക്കേണ്ട ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസ് യൂണിവേഴ്സിറ്റി ആസ് യുവർ ബെസ്റ്റ് റിസോഴ്സ് ഫോർ ആൻ അമേസിങ് കരിയർ. ഏതെങ്കിലും കമ്പനീസിൽ നിന്നൊക്കെയുള്ള പ്രൊഫഷണൽസ് വന്ന് ടോക്സും കരിയർ ഫെയർസും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ അതൊരു ജോബ് ഫെയർ അല്ലെങ്കിൽ പോലും അവരുമായിട്ടൊക്കെയുള്ള ഇൻട്രാക്ഷനും നെറ്റ്വർക്കിങ്ങും വഴി പിന്നീട് പലപ്പോഴും നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യർ ഹ്യൂമൻ ബീയിങ് ആണ് വിചാരിക്കേണ്ടത്. സോ പിന്നീട് ഇതൊക്കെ ഒരു യൂസ്ഫുൾ കണക്ഷൻസ് ആക്കി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന പീരീഡ് തന്നെ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ സീരിയസ് സ്റ്റുഡൻ്റാണ് സാധിക്കേണ്ടതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പാർട്ട് 2 ഉണ്ട്. ഡു വാച്ച് ദാറ്റ് ഓൾസോ.